മദ്യപിച്ചെന്ന കാരണത്താൽ പ്രശ്നമായ നടീനടന്മാര് ആരെല്ലാമെന്ന് നോക്കിയാലോ. വിനായകൻ മദ്യപിച്ച് പൊതുജനങ്ങൾക്ക് ശല്യമുണ്ടാക്കിയതിനും ഹോട്ടൽ ചെക്കൌട്ടിനിടെ അനാശാസമായി പെരുമാറിയതിനും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ബൈജു സന്തോഷ് മദ്യപിച്ച് അമിത വേഗത്തിൽ വാഹനമോടിച്ചതിന് ഇയാൾ സഞ്ചരിച്ചിരുന്ന കാർ ഒരു സ്കൂട്ടറിലിടിച്ച് വൈദ്യുതി തൂണിൽ ഇടിച്ചതിന് ശേഷമാണ് അറസ്റ്റ് ചെയ്തത്. മണിയൻ പിള്ളരാജു തിരുവനന്തപുരത്ത് വാഹനാപകടമുണ്ടാക്കിയതുമായി ബന്ധപ്പെട്ട് മണിയൻ പിള്ളരാജുവിനെതിരെ കേസെടുത്തെങ്കിലും പിന്നീട് നടത്തിയ ശാസ്ത്രീയ രക്തപരിശോധനയിൽ അദ്ദേഹം മദ്യപിച്ചിരുന്നില്ല എന്ന് തെളിയുകയും വെറുതെ വിടുകയും ചെയ്തു. ഷെയ്ൻ ടോം ചാക്കോ പോലീസ് റെയ്ഡിനിടെ ഒരു ഹോട്ടലിൽ നിന്ന് ഓടിപ്പോയതായി ആരോപിക്കപ്പെടുന്ന വിവാദത്തെ തുടർന്ന് തീവ്രമായ പരിശോധനയും ചോദ്യം ചെയ്യലും നേരിടേണ്ടി വന്നു. കൂടാതെ ജോലിസ്ഥലത്തെ മോശം പെരുമാറ്റത്തെക്കുറിച്ചും പ്രൊഫഷണൽ പരാതി. ഉർവശി എറണാകുളം കുടുംബ കോടതിയിൽ മദ്യപിച്ച നിലയിൽ എത്തിയെന്ന ആരോപണം വാർത്തകളിൽ ഇടം നേടി. മദ്യവുമായുള്ള തന്റെ മുൻകാല പോരാട്ടങ്ങളെക്കുറിച്ച് ഉർവശി പിന്നീട് തുറന്നു പറഞ്ഞിരുന്നു. പ്രിയ വാര്യർ മദ്യപിച്ച കേസ് നിലവിലില്ല എങ്കിലും സോഷ്യൽ മീഡിയ വീഡിയോകളിൽ മദ്യപിക്കുന്ന വീഡിയോ രംഗത്ത് പുറത്തു വന്നിരുന്നു. ദേശീയപാതയിൽ മദ്യപിച്ച് വാഹനമോടിച്ചതിനും അമിത വേഗതയിൽ വാഹനമോടിച്ചതിനും മലയാള നടൻ ഗണപതിയെ കേരള പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ശ്രീനാഥ് ബാസി മാധ്യമപ്രവർത്തകരോട് മോശമായി പെരുമാറിയ കേസിൽ ഇദ്ദേഹം അറസ്റ്റിലാവുകയും പൊതുവിൽ വലിയ വിവാദങ്ങളുണ്ടാകുകയും ചെയ്തിട്ടുണ്ട്. ഷെയ്ൻ നിഗം സിനിമയുടെ സൈറ്റുകളിൽ ലഹരി ഉപയോഗിച്ചും അല്ലാതെയും പ്രശ്നങ്ങളുണ്ടാക്കിയെന്ന് പറഞ്ഞ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. പലപ്പോഴും പൊതുവേദികളിലും മാധ്യമങ്ങൾക്ക് മുന്നിലും മദ്യപിച്ചോ അല്ലാതെയോ വിവാദപരമായ പെരുമാറ്റങ്ങൾ നടത്തി വാർത്തകളിൽ ഇടം നേടിയിട്ടുണ്ട്. സംഗീത മോഹൻ മദ്യപിച്ച് വാഹനമോടിച്ചെന്നാരോപിച്ച് മലയാള ടെലിവിഷൻ നടി സംഗീത മോഹൻ തിരുവനന്തപുരം പോലീസ് രാത്രി വൈകി നടത്തിയ പരിശോധനയിൽ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ദേവി അജിത്ത് മദ്യപിച്ച് വാഹനമോടിച്ചതിന് ദേവി അജിത്തിനെതിരെ കേസെടുത്തു. മദ്യത്തിന് പകരം നാടിക്ക് കേടുപാടുകൾ സംഭവിച്ചതിനാലാണ് ഈ അപകടമുണ്ടായതെന്ന് നടി പിന്നീട് വ്യക്തമാക്കി. മലയാളം ടെലിവിഷൻ താരം സിദ്ധാർത്ഥ് മദ്യപിച്ച് വാഹനമോടിച്ച് ഒരാളെ ഇടിച്ച് അയാൾ മരണപ്പെട്ട കേസിൽ ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു.